നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 7 ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് 5ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം ഗതാഗതവും ആശയവിനിമയവും എന്ന പാഠഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത്. പഠിപ്പിച്ചത്രയും ഭാഗം എല്ലാ കൂട്ടുകാരും കേട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അവസാന ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് 3 നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച് എല്ലാം മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. കൂട്ടുകാരെല്ലാവരും ക്ലാസ് കേട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ കൂട്ടുകാരും ടെക്സ്റ്റ് എടുത്ത് ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ശേഷം ഭാഗത്തിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ഒരു ന്യൂസ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എയർ പൊല്യൂഷൻ, സ്കൂൾസ് ആൻഡ് കോളേജസ് ക്ലോസ്ഡ് ഇൻ ഡൽഹി. വായു മലിനീകരണം കാരണം ഡൽഹിയിൽ സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടു. ന്യൂഡൽഹി, ആസ് എയർ പൊല്യൂഷൻ കണ്ടിന്യൂസ് ടു വേഴ്സൺ, സ്കൂൾസ് ആൻഡ് കോളേജസ് ഇൻ ഡൽഹി വിൽ റിമൈൻ ക്ലോസ്ഡ് അണ്ടിൽ ഫർദർ നോട്ടീസ്. വായു മലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ സ്കൂളും കോളേജുകളും ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ അടച്ചിടും എന്നാണ് വാർത്ത. ദ ബാൻ ഓൺ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഹാസ് ഓൾസോ ബീൻ എക്സ്റ്റെൻഡഡ്. കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ ബാൻ ചെയ്തു, നിരോധിച്ചു. ദ ഗവൺമെൻറ് ഹാസ് അഡ്വൈസ്ഡ് എംപ്ലോയീസ് ടു അവോയ്ഡ് പ്രൈവറ്റ് വെഹിക്കിൾസ് ആൻഡ് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ജീവനക്കാരെല്ലാവരും സ്വകാര്യ വാഹനങ്ങളെല്ലാം ഒഴിവാക്കി പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ഇതാണ് പത്രവാർത്ത. ഹാവൻ യു നോട്ടീസ്ഡ് ദിസ് ന്യൂസ്? ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വി ഹാവ് ദ എംപ്ലോയീസ് ബീൻ അഡ്വൈസ്ഡ് ടു അവോയ്ഡ് പ്രൈവറ്റ് വെഹിക്കിൾസ് ആൻഡ് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്. എന്തുകൊണ്ടായിരിക്കാം ജീവനക്കാരെല്ലാം സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനത്തെ ഉപയോഗിക്കാൻ നിർദ്ദേശമുണ്ടായത്? ഇവിടുത്തെ ചിത്രങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്കതിൻ്റെ കാരണം കണ്ടെത്താൻ സാധിക്കും. അതായത് വാഹനങ്ങളുടെ പെരുപ്പം മൂലം എന്തുണ്ടാകുന്നു? ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു, ഗതാഗത കുരുക്ക്. അതുപോലെ ട്രാഫിക് ബ്ലോക്ക് കാരണം ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നു, അതുപോലെ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരെന്ത് പറഞ്ഞത്? ടു യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്? എന്തുകൊണ്ട് ഈ നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറയാൻ, അതായത് വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ്, എന്തൊക്കെ പരിണിത ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് ട്രാഫിക് കൺജഷൻ, വർദ്ധിച്ച ഗതാഗത കുരുക്ക്. എയർ പൊല്യൂഷൻ, അതായത് വായു മലിനീകരണം. നോയിസ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം. ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം. ഹൈ ട്രാഫിക് ആക്സിഡൻറ്റ്സ്, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങളുണ്ടാകാം. ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ് റെഡ്യൂസസ് സേഫ്റ്റി ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ബൈസൈക്കിളിസ്റ്റ്. പരിമിതമായ പാർക്കിംഗ് സൗകര്യം കാരണം കാൽനടയാത്രക്കാരുടെയും അതുപോലെ സൈക്കിൾ യാത്രക്കാരുടെയൊക്കെ സുരക്ഷ കുറയ്ക്കുന്നു. ഇതൊക്കെയാണ് വാഹനങ്ങളുടെ പെരുപ്പം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. അടുത്ത ഭാഗം കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ട്രാൻസ്പോർട്ട് എന്ന ഭാഗത്തെ പ്രധാന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ആശയവിനിമയം. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ഓർ വൺ പേഴ്സൺ ടു അനദർ പ്ലേസ് ഓർ പേഴ്സൺ. ഒരിടത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ നമ്മൾ വിവരങ്ങൾ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം. സിൻസ് ഏൻഷ്യൻ്റ് ടൈംസ് ഹ്യൂമൻസ് ഹാവ് ഡെവലപ്ഡ് ഡിഫറെൻറ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഹൗ വി കമ്മ്യൂണിക്കേറ്റ്? എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? എങ്ങനെയൊക്കെ നമുക്ക് ആശയവിനിമയം നടത്താം?
നമ്മുടെ മനസ്സിലെ ഒരു ആശയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളൊരു അറിവ് മറ്റൊരാളിലേക്ക് പകരാൻ എന്തെല്ലാം ചെയ്യാം. ത്രൂ കോൺവെർസേഷൻ, സംഭാഷണത്തിലൂടെ കഴിയും. ത്രൂ റൈറ്റിംഗ്, എഴുതി കാണിക്കാം, എഴുത്തിലൂടെ മറ്റൊരാളെ ധരിപ്പിക്കാം. ഓവർ ദ ഫോണിലൂടെ മനസ്സിലാക്കിക്കാം. ഹൗ കുഡ് വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ആൻ ഐഡിയ ടു അനദർ അറ്റ് എ ടൈം വെൻ ദർ വെയർ നോ ലാംഗ്വേജസ്, സിംബൽസ് ഓർ റൈറ്റിംഗ്? ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യ ഒന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് ഒരാശയം എങ്ങനെയായിരിക്കാം ഒരാൾ മറ്റൊരാളുമായിട്ട് കൈമാറിയിരുന്നതാണ് ചോദിക്കുന്നത്. ത്രൂ ജെസ്റ്റേഴ്സ്, എങ്ങനെയാവാം? ത്രൂ ജെസ്റ്റേഴ്സ്. നമുക്ക് ഭാഷ അറിയില്ല, അതുപോലെ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരാശയം മറ്റൊരാളെ മനസ്സിലാക്കിക്കും? ത്രൂ ജെസ്റ്റേഴ്സ്. അതെ, ആംഗ്യങ്ങളിലൂടെ നമുക്ക് ഒരാളെ മനസ്സിലാക്കിക്കാൻ സാധിക്കും. അതുപോലെ ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്സ്, പ്രത്യേക ശബ്ദങ്ങൾ നമുക്ക് ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? പിന്നെ വേണമെങ്കിൽ പിക്ചേഴ്സ്, ചിത്രങ്ങളിലൂടെ വേണമെങ്കിൽ നമുക്ക് ഒരാശയം മറ്റൊരാളെ മനസ്സിലാക്കാൻ സാധിക്കും. Early humans expressed their ideas through body and facial movements and sounds. ആദിമ മനുഷ്യർ ശരീരത്തിൻ്റെയും അതുപോലെ മുഖചലനങ്ങളുടെയും ശബ്ദങ്ങളിലൂടെയും ഒക്കെയാണ് ആശയങ്ങൾ മറ്റൊരാൾക്ക് പ്രകടിപ്പിച്ചിരുന്നത്. ലേറ്റർ ദേ യൂസ്ഡ് ഫയർ ആൻഡ് സ്മോക്ക് ആസ് സയൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ടു ദോസ് ഇൻ ഡിസ്റ്റൻറ്റ് പ്ലേസസ്. പിന്നെ അവർ ദൂരസ്ഥലങ്ങളുള്ളവരുമായിട്ട് ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളായിട്ട് ഉപയോഗിച്ചു. Historians opine that humans started using symbols about 30,000 years ago. നമ്മുടെ ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. പെയിൻറ്റിങ്സ് ഓൺ ദ വാൾസ് ഓഫ് കേവ്സ് ഇൻ ഏൻഷ്യൻ്റ് ടൈംസ് ആർ എക്സാമ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് ദാറ്റ് ഇറ. പ്രാചീന കാലത്തെ ഗുഹകളുടെയൊക്കെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. സിംബൽസ് ആൻഡ് പിക്ചേഴ്സ് വെയർ യൂസ്ഡ് ടു എക്സ്പ്രസ് ഐഡിയാസ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ഒക്കെ ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. ലേറ്റർ ദേ ഡെവലപ്ഡ് സ്ക്രിപ്റ്റ്സ് ആൻഡ് റൈറ്റിംഗ്. പിന്നീട് അവർ ലിപികളും എഴുത്തുവിദ്യയ്ക്കുമൊക്കെ രൂപം നൽകി. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻസ് ഡെവലപ്ഡ് റൈറ്റിംഗ് അബൌട്ട് 5,000 ഇയേഴ്സ് എഗോ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തുന്നത്. ദ സുമേറിയൻസ് വെർ ദ ഫസ്റ്റ് ടു ഡെവലപ്പ് റൈറ്റിംഗ്. സുമേറിയക്കാരാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ദിസ് സ്ക്രിപ്റ്റ് ബിക്കെയിം നോൺ ആസ് ക്യൂണിഫോം. ക്യൂണിഫോം എന്ന പേരിലാണ് ഈ ലിപി, സുമേറിയൻസിൻ്റെ ലിപി അറിയപ്പെടുന്നത്. ദീസ് വെർ റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ലൈക്ക് വൈസ് ഹൈറോഗ്ലിഫിക്സ് ഈസ് അനദർ സ്ക്രിപ്റ്റ് ഫോർമുലേറ്റഡ് ഇൻ ഈജിപ്റ്റ്. ഈജിപ്തിൽ രൂപം കൊണ്ട മറ്റൊരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അവിടെ സുമേറിയൻസിൻ്റെ ക്യൂണിഫോം സ്ക്രിപ്റ്റിൻ്റെ ചിത്രവും ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ആ ലിപികൾ നമുക്കറിയാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ചില ചിത്രങ്ങളൊക്കെ ഇന്നത്തെ ചിത്രങ്ങളുമായിട്ട് അവയ്ക്ക് സാമ്യമുണ്ട്. അവരുടെ ആശയമാണ് അവിടെ ആ ഫലകങ്ങളിൽ അവർ കാണിച്ചിരിക്കുന്നത്. Given below are scripts used in different eras to convey news and messages. അതായത് വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മാർഗങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇമേജ്, ചിത്രം കൊടുത്തിട്ടുണ്ട്. ദ സർഫസ് യൂസ്ഡ് ടു റൈറ്റ്, എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ഏതാണെന്ന് പറയുന്നുണ്ട്. ദ റൈറ്റിംഗ് ഡിവൈസ്, ഉപകരണം ഏതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇമേജിലെ സ്റ്റോണാണ്, ശിലയാണ്, കല്ലാണ്. അതിലെ റൈറ്റിംഗ് ഡിവൈസ്, ഉപകരണം ഷാർപ്പ് സ്റ്റോൺ ആയിരുന്നു, കൂർത്ത കല്ലായിരുന്നു. അടുത്ത ചിത്രത്തിൽ കോപ്പർ പ്ലേറ്റ് ആണ്, ചെമ്പ് തകിടിലാണ് എഴുതേണ്ടത്. മെറ്റൽ സ്റ്റൈലസ്, ലോഹ എഴുത്താണി കൊണ്ടാണ് എഴുതിയിരുന്നത്. അടുത്ത ചിത്രം പാം ലീവ്സ് ആണ്, താളിയോലകളാണ്. അത് സ്റ്റൈലസ് അല്ലെങ്കിൽ നാരായം, എഴുത്താണി അല്ലെങ്കിൽ നാരായം ഉപയോഗിച്ചാണ് അതിൽ എഴുതേണ്ടത്. വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് നൗ വേഡേയ്സ്? ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ
നമ്മൾ എങ്ങനെയാണ് കൈമാറുന്നത്, അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്? ഒന്ന് ഓർത്ത് നോക്കി. അതെ, ഫോൺ അല്ലേ, ടെലിവിഷൻ, ലെറ്റേഴ്സ്, ടെലിഗ്രാഫ്, ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ അല്ലേ, അതുപോലെ ഓൺലൈൻ പ്രോഗ്രാംസ് അല്ലേ, ഓൺലൈനിലെ ഏത് രീതി വേണേലും നമുക്ക് എടുക്കാം. അപ്പം ഇന്നത്തെ കാലത്തെ വാർത്തയും സന്ദേശമൊക്കെ കൈമാറാൻ ഫോൺ, ലെറ്റേഴ്സ്, ടെലിവിഷൻ, ടെലിഗ്രാഫ്, ഓൺലൈൻ, ന്യൂസ് പേപ്പർ, റേഡിയോ എക്സെട്ര ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇനി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണിത്? എല്ലാ കൂട്ടുകാർക്കും അറിയാം, കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ് ഈ ചിത്രം. അതായത് വിളംബരം നടത്തുകയാണ് അല്ലേ, പ്രൊക്ലമേഷൻ എന്ന് പറയും, റോയൽ പ്രൊക്ലമേഷൻ, രാജകീയ വിളംബരത്തിൻ്റെ ഒരു ചിത്രമാണ് അവിടെ ഈ കൊടുത്തിരിക്കുന്നത്, റോയൽ പ്രൊക്ലമേഷൻ. അവിടെ ഒരു ആശയം മറ്റുള്ളവരിലേക്ക് പകരുകയാണ്. ഇൻ ദ ഏർലി ഡേയ്സ് ഹോഴ്സസ്, ഡോഗ്സ് ആൻഡ് ബേർഡ്സ് വെയർ യൂസ്ഡ് ടു ക്യാരി ന്യൂസ് ആൻഡ് മെസ്സേജസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ആദ്യകാലത്തൊക്കെ വാർത്തയും സന്ദേശവും ഒക്കെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായിട്ട് അന്ന് കുതിരകളെ, അതുപോലെ നായകളെ, പക്ഷികളെ ഒക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇമേജ് ഡെപ്പിക്റ്റഡ് ഹിയർ ഈസ് വൺ ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ബൈ കിങ്സ് ഇൻ ഏൻഷ്യൻ ടൈംസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം എന്താണ്? വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗത്തിലൊന്നാണ് ഇവിടെ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ്, ദ ട്രാൻസ്മിഷൻ ഓഫ് ന്യൂസ് ആൻഡ് മെസ്സേജസ് ബിക്കെയിം ഈസിയർ. പിന്നീട് അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഈ വാർത്തകളും സന്ദേശങ്ങളും അറിവുകളും ഒക്കെ കൈമാറുന്നതിന് എളുപ്പം ആയി. ഒരു ചെറിയ കോളത്തിൽ പറയുന്നുണ്ട്, പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് ഇൻവെൻറ്റഡ് ബൈ ദ ചൈനീസ്. അതായത് അച്ചടി എന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരായിരുന്നു. ഇൻ ദ ഏർലി ഡേയ്സ് പ്രിൻറ്റിംഗ് പ്രസ്സസ് വെയർ ഓപ്പറേറ്റഡ് യൂസിങ് വുഡൻ ബ്ലോക്സ്. ആദ്യകാലത്ത് ഈ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ലേറ്റർ ഗുട്ടൻബർഗ് എ ജർമ്മൻ ഇൻവെൻറ്റഡ് ദ അയൺ പ്രിൻറ്റിംഗ് പ്രസ്. പിന്നീടത് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. വിത്ത് ദ അഡ്വൻറ്റ് ഓഫ് പ്രിൻറ്റിംഗ് ഐഡിയാസ് ആൻഡ് ന്യൂസ് ബിഗാൻ ടു സ്പ്രെഡ് ക്വിക്കിലി. അങ്ങനെ ആ അച്ചടിയുടെ വരവോടുകൂടി ആശയങ്ങളും വാർത്തകളും ഒക്കെ വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. ഇവിടെ ഗുട്ടൻബർഗ്സ് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ പടമുണ്ട്, ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രമുണ്ട്, ഗുട്ടൻബർഗിൻ്റെ ചിത്രമുണ്ട്. അതുപോലെ സംക്ഷേപ വേദാർത്ഥ, അത് എന്താണ്, പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമായിരുന്നു. ദ ഫസ്റ്റ് ബുക്ക് പ്രിൻറ്റഡ് എൻറ്റയർലി ഇൻ മലയാളം, വിച്ച് ഈസ് ദ ഫസ്റ്റ് ബുക്ക് പ്രിൻറ്റഡ് എൻറ്റയർലി ഇൻ മലയാളം എന്ന് വെച്ചാൽ സംക്ഷേപ വേദാർത്ഥ. ദ അറൈവൽ ഓഫ് ദ പോസ്റ്റൽ സിസ്റ്റം മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ. പിന്നീട് നമ്മുടെ തപാൽ സംവിധാനം വന്നു. എല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലേ, ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന കാര്യം. അതായത് തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം ഒന്നുകൂടി വേഗത്തിലാക്കി. പ്രോഗ്രസ് ഇൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ വളരെയധികം സ്വാധീനിച്ചു. ദ പോസ്റ്റൽ സിസ്റ്റം ബിക്കെയിം വൈഡ്ലി യൂസ്ഡ് ടു കൺവേ ഐഡിയാസ്, മെസ്സേജസ് ആൻഡ് ന്യൂസ്. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും ഒക്കെ എത്തിക്കാൻ തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. അഡ്വാൻസസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് പേവ്ഡ് ദ വേ ഫോർ ജയൻറ്റ് ലീവ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയൊക്കെ വികാസം ആശയവിനിമയ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് വഴി ഒരുക്കി. The invention of the internet and related services has brought revolutionary changes in the field of communication. അതായത് ഇൻ്റർനെറ്റിൻ്റെയും അതുമായിട്ട് അനുബന്ധ സേവനങ്ങളുടെയും ആ കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അടുത്തത് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയ രീതികൾ. ന്യൂസ് ആൻഡ് മെസ്സേജസ് ആർ എക്സ്ചേഞ്ച്ഡ് മെയിൻലി ഇൻ 2 ways. നമ്മുടെ വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ കൈമാറാൻ മുഖ്യമായും 2 രീതികളാണ്. എന്തൊക്കെയാണ്? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ വ്യക്തിഗത ആശയവിനിമയം. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ബഹുജന ആശയവിനിമയം. എന്താണ് ഇനി വ്യക്തിഗത ആശയവിനിമയം, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ?
Interpersonal communication is the exchange of messages or ideas from one person to another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങൾ അല്ലെ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദ സെയിം ആർ കോൾഡ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയോപാധികൾ. ആ വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തേക്കുന്നത്. ഇൻലാൻഡ്, അതുപോലെ തന്നെ ടെലിഗ്രാഫ്, ടെലിഫോണ്, ഫാക്സ് മെഷീൻ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടത്താം. അടുത്തത് മാസ് കമ്മ്യൂണിക്കേഷനാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഡെലിവറി ഓഫ് എ മെസ്സേജ് ഓർ ഐഡിയ ടു ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. മാസ് മീഡിയ ആർ ദ മീഡിയ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പബ്ലിക് മീറ്റിംഗ്സ്, സ്ട്രീറ്റ് പ്ലേ, തെരുവ് നാടകം, ഇതൊക്കെയാണ് നമ്മുടെ ബഹുജന ആശയ വിനിമയോപാധികൾ. ഇൻ അഡീഷൻ ടു ദ എബോവ്, ഐഡിയാസ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു എ ലാർജ് number of people through books, magazines, art forms, movies and social media. ഈ മേൽ സൂചിപ്പിച്ചവ കൂടാതെ, അതായത് ന്യൂസ് പേപ്പറും റേഡിയോ, ടെലിവിഷൻ ഇവയൊക്കെ കൂടാതെ പുസ്തകങ്ങൾ, മാഗസീനുകൾ, കലാരൂപങ്ങൾ, സിനിമ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളുടെയൊക്കെ ഒരു വലിയ വിഭാഗം ആളുകളുമായിട്ട് നമുക്ക് ആശയം കൈമാറാൻ സാധിക്കും. ഇൻ്റർനെറ്റ് ബേസ്ഡ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇനി ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇൻ്റർനെറ്റ് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. വി ഗെറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻ്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു. ബിലോ ആർ സം ഓഫ് ദ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ദാറ്റ് ആർ ബീയിങ് യൂസ്ഡ് വിത്ത് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, വീഡിയോ കോൺഫറൻസിങ്. അതായത് വീഡിയോ കോൺഫറൻസ്. പീപ്പിൾ ഇൻ റിമോട്ട് പ്ലേസസ് ക്യാൻ വ്യൂ ആൻഡ് ടോക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഐഡിയാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കമ്പ്യൂട്ടർ. അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഈ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയം കൈമാറാനും കഴിയും. അടുത്തത് ഇ കൊമേഴ്സ്. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസിങ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ കൊമേഴ്സ്. ഇമെയിൽ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സെൻഡിങ്, റിസീവിങ് ആൻഡ് കളക്റ്റിംഗ് മെസ്സേജസ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയയ്ക്കുക, സ്വീകരിക്കുക, ശേഖരിക്കുക, ആ സംവിധാനമാണ് ഇമെയിൽ. അടുത്തത് ടെലിമെഡിസിൻ. യൂട്ടിലൈസിങ് ദ സർവീസസ് ഓഫ് എക്സ്പെർട്ട് ഡോക്ടേഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതായത് വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അങ്ങ് ദൂരെ ഇരിക്കുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമുക്ക് ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ആണ് ഈ ഇൻ്റർനെറ്റ് എന്ന നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നത്. Transport and communication system plays an important role in shaping the modern society. അതായത് ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഈ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. The rapid growth of communication technology provides an opportunity for the people of the world to get together. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ളൊരു വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ളൊരു അവസരമാണ് ലഭ്യമാകുന്നത്. ദിസ് മേക്സ് ദ വേൾഡ് എ ഗ്ലോബൽ വില്ലേജ്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു.
We can use transport and communication systems to help friendly gatherings and to foster human values. സൗഹൃദപരമായ ഒരു ഒത്തുചേരലിനും അതുപോലെ മാനവിക മൂല്യങ്ങൾ ഹ്യൂമൻ വാല്യൂസ് വളർത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയുമാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള പാഠഭാഗത്ത് നമുക്ക് പറഞ്ഞ് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു മാപ്പ് കൊടുത്തേക്കുന്ന ഈ മാപ്പ് നോക്കിയാണ് നമ്മൾ ഹാർബറും എയർപോർട്ടും റെയിൽവേ ഹൈവേ ഒക്കെ കണ്ടുപിടിച്ചത്. കൂട്ടുകാർ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം വേണം ചോദ്യോത്തരങ്ങൾ പഠിക്കാൻ. അപ്പോൾ അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.